ഇന്നൊരു നാടൻ ചക്കക്കുരു മാങ്ങയും കറിയായല്ലോ. ഭയങ്കര എളുപ്പം ഉണ്ടാക്കാൻ. ചക്കക്കുരു ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ട് ആദ്യം ഞാൻ ചക്കക്കുരു വേവിക്കുന്നുണ്ട് കേട്ടോ. കാരണം മാങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചക്കക്കുരു ആദ്യം വേവിക്കുന്നുണ്ട്. അതിന് കുറച്ച് വെള്ളം ഒഴിച്ചു, മഞ്ഞൾപ്പൊടി ഇട്ടു, കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ചക്കക്കുരു കുറച്ച് വെന്ത് കഴിയുമ്പോൾ മാങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വയ്ക്കുക. ഇതിന് തേങ്ങയും ജീരകവും ചേർത്ത് അരച്ചിരുന്നുണ്ട്. വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. തേങ്ങയും ജീരകവും ചേർത്ത് അരച്ചെടുത്തു നല്ലപോലെ. അത് ആ കറിയിൽ വേവിച്ച ചക്കക്കുരു മാങ്ങയും വേവിച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു കളറില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കടുക് വറുക്കുമ്പോൾ കളറിനൊരു സംഭവം ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ കടുകിന് വെളിച്ചെണ്ണയിൽ കടുകും പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും സവോള ചെറുതായി മുറിച്ച കേട്ടോ. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ ടേസ്റ്റ്. ഞാൻ സവോള എടുത്തേക്കുന്നത്, ചെറിയ സവോളയാണ്, അപ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലോ. ചെറുതായി മുറിച്ചതും കാശ്മീരി ചില്ലിയും കൂടി ഇട്ടപ്പോൾ അത് അതിനൊരു നല്ല കളറും കൂടിയായി. ഇത് ചക്കക്കുരു മാങ്ങയും സീസണാണല്ലോ ഇപ്പോൾ, മിക്ക വീടുകളിലും ഉണ്ടാക്കുന്നതാണെന്നറിയാം. എന്നാൽ ഇത് എൻ്റെ രീതിയിലുള്ള ഒരു കറിയാണ്. ഭയങ്കര എളുപ്പമാണ്, അറിയാത്തവരുണ്ടാവുമല്ലോ.